ആ ഇലക്ട്രിക് മോട്ടറും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഇനീഷ്യലുള്ള ആ ഒരു പുള്ള് അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. ആക്സിലേറ്ററിന് കാലെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ എനിക്ക് ബ്രേക്കിംഗ് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഗ്രാൻഡ് വിറ്റാര ഹൈ റൈഡറിനെ കാട്ടൊക്കെ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? നമ്മൾ ഓടിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ കോമ്പാക്ട് SUV സെഗ്മെന്റിലെ മാരുതിയുടെ ലേറ്റസ്റ്റ് കോമ്പറ്റീറ്ററായ വിക്ടോറസ്. അതിന്റെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റ് ആണ്. നമ്മൾ മൈൽ ഹൈബ്രിഡ് ഓൾറെഡി ഓടിച്ചായിരുന്നു. ZX+ ടോപ്പിന്റെ വേരിയന്റ് ആണ് ഇത്. സോ ഒരു 21 lakhs ഓൺ റോഡിലാണ് നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വിക്ടോറസിന്റെ ഈ ഒരു സ്പെസിഫിക് വേരിയന്റ് പ്രൈസ് വന്നിട്ട് അറൌണ്ട് 25 lakhs ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് എടുത്ത് നോക്കിയാൽ നമ്മുടെ ക്രെറ്റ സെൽറ്റോസിന്റെ ഒക്കെ ടർബോ വേരിയൻസ് കിട്ടും. പിന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡും ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ട്. XUV 700 ടാറ്റ സഫാരിയുടെ ഒക്കെ മിഡ് വേരിയൻസ്, പിന്നെ നമ്മൾ ഇന്ത്യയിലുള്ള EV വണ്ടികളുടെ സ്റ്റാർട്ടിംഗ് വേരിയൻസും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. കഴിഞ്ഞ വർഷം അതായത് 2025 സെപ്റ്റംബർ ആ ഒരു സമയത്താണ് നമ്മുടെ വിക്ടോറസ് ലോഞ്ച് ആവുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെഗ്മെന്റ് എടുത്ത് നോക്കിയാൽ ക്രെറ്റ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നത് വിക്ടോറസ് ആണ്. അതിൽ തന്നെ 60% സെയിൽസ് വരുന്നത് മൈൽ ഹൈബ്രിഡ് ആണ്. 30% ആണ് നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡിന്റെ സെയിൽസ് വരുന്നത്. ഒരു 10% ഒക്കെ CNG ക്കൊക്കെ. എന്തായാലും ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് നമുക്ക് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ പെർഫോമൻസ്. ഇതിന് പിന്നെ അഡാസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അഡാസ് വന്നത് മൈൽ ഹൈബ്രിഡ് മാത്രമാണ്. ഓൾ വീൽ ഡ്രൈവ് വന്നിട്ടില്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. സോ നമ്മുടെ വിക്ടോറസ് സ്ട്രോങ് ഹൈബ്രിഡ് എങ്ങനെയുണ്ട് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ കീ വന്നേക്കുന്നത്, ഫിനിഷ്ഡ് ഇൻ ബ്ലൂ. ബാക്കിൽ നോക്കിയാൽ നമ്മുടെ ലോക്ക് ഉണ്ട് ആൻഡ് അൺലോക്ക്. പിന്നെ നമ്മുടെ ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ഒരു ബട്ടണും കൂടി ഉണ്ട്. ഇനി സ്ട്രൈറ്റ് അവേ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് പിന്നെ നമുക്ക് ജസ്റ്റർ കൺട്രോൾ അവൈലബിൾ ആണ്. സാധനമൊക്കെ വാങ്ങിയിട്ട് കാലൊന്ന് ജസ്റ്റ് ഒന്ന് സ്വേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഒരു 279 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് നമ്മുടെ വിക്ടോറസ് ഹൈബ്രിഡിന് വന്നേക്കുന്നത്. നമ്മുടെ മൈൽ ഹൈബ്രിഡിനെക്കാളും അറൗണ്ട് ഒരു 150 ലിറ്ററോളം കുറവാണ് ശരിക്കും നമ്മുടെ ഹൈബ്രിഡിന്റെ. അതിന്റെ മെയിൻ കാരണം ഇതിന്റെ താഴെയായിട്ടാണ് നമ്മുടെ ബാറ്ററി പാക്ക് വന്നേക്കുന്നത്. അപ്പോൾ അത്രയും ബൂട്ട് സ്പേസ് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് വന്നത്. സ്പെയർ ടയർ ഒന്നും ഇതിൽ വന്നിട്ടില്ല ഈ ഒരു വണ്ടിക്ക്. ഇവിടെയായിട്ട് ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം, ഓഫ് ആക്കാം. ഇവിടെ ഒരു 12 വോൾട്ട് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ സബ് വൂഫർ വന്നേക്കുന്നത്. ഒരു വലിയ പാർസൽ ട്രേ തന്നെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത് നൈസായിട്ട് ഇവിടെ നമുക്ക് കൊളുത്തി വെക്കാം. ആൻഡ് ഇത് അടയ്ക്കാൻ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്താൽ മതി. നമ്മുടെ ബൂട്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ടുണ്ട്. നമ്മുടെ റിക്വസ്റ്റ് സെൻസർ വന്നിട്ടുണ്ട്. പുൾ ഔട്ട് ടൈപ്പാണ് ഡോർ ഹാൻഡിൽസ് വന്നിരിക്കുന്നത്. ഡോറിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി ഓണാക്കാൻ ബ്രേക്കിൽ കാല് വെക്കുക. ഇവിടെ നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. വണ്ടി ഓൺ ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഒന്നുമേ അറിയുന്നില്ല, വണ്ടി ഓണായ കാര്യങ്ങളെ ഒന്നും അറിയുന്നില്ല. നമ്മുടെ 360 ക്യാമറയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഡിസ്പ്ലേയും വന്നിട്ടുണ്ട്. നമ്മുടെ HUD ഡിസ്പ്ലേയും നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രൈറ്റ് അവേ നമ്മുടെ ബോണറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഓപ്പണിംഗ് വരുന്നത്. ബോണറ്റൊക്കെ അത്യാവശ്യം നല്ല ഹെവിയാണ്. ഇവിടെയാണ് നമ്മൾ കൊളുത്തി വെക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ടൊയോട്ട സുസുക്കി പാർട്ണർഷിപ്പിൽ ഡെവലപ്പ് ചെയ്ത 1.5 ലിറ്റർ M15D 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ paired with an electric motor, putting out around 93 bhp at 5500 rpm and around 122 Nm of torque at 3800 to 4800 rpm റേഞ്ചിൽ. ഇതിപ്പോൾ എഞ്ചിന്റെ സൈഡിൽ മാത്രമുള്ള പവർ ഫിഗേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മോട്ടറിന്റെ സൈഡിലെ ഒരു പവർ ഫിഗേഴ്സും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഓവറോൾ ഒരു 114 bhp ഒക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഗ്മെന്റിലെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസ് വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടെ പവർ ശരിക്കും വിക്ടോറസ് തരുന്നുണ്ട്. ആ ഇലക്ട്രിക് മോട്ടറും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഇനീഷ്യലുള്ള ഒരു പുള്ള് അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. നോർമലി നമ്മുടെ എഞ്ചിൻസ് ഒക്കെ ഓട്ടോ സൈക്കിളിലാണ് ഓടുന്നത്. ആ ഒരു ടൈമിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നോർമലിയാണ് പോകുന്നത്. ബട്ട് ഈ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ റൺ ചെയ്യുന്നത് ആറ്റ്കിൻസൺ സൈക്കിളിലാണ്. സോ ആ ഒരു സൈക്കിളിൽ നമ്മുടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളെ ഇൻടേക്ക് വാൾവ് ഉണ്ടല്ലോ, കുറച്ച് നേരം ഇങ്ങനെ ഓപ്പൺ ആയി നിൽക്കും. അപ്പോൾ നമ്മൾ കംപ്രഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചർ അത്ര നല്ല റിച്ച് മിക്സ്ചർ ഒന്നും ആയിരിക്കത്തില്ല. ഉള്ളത് വെച്ചിട്ട് കത്തുക, പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഇൻടേക്കിലൊക്കെ പോകും. അങ്ങനെയാണ് ഈ ഒരു എഞ്ചിന്റെ പരിപാടി നടക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ആ ഒരു സംഭവം നടക്കുന്നതുകൊണ്ട് എഫിഷ്യൻസി കൂടും, നല്ല രീതിയിലുള്ള പവർ ഔട്ട്പുട്ട് ശരിക്കും കിട്ടത്തില്ല. നമ്മുടെ മൊത്തം എയർ ഫ്യൂൽ മിക്സ്ചർ നല്ല റിച്ചായി കത്തുന്നില്ലല്ലോ. ശരിക്കും ആ ഒരു പവർ കോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും നമ്മുടെ ഇലക്ട്രിക് മോട്ടർ ഹെൽപ്പ് ചെയ്യുന്നത്. ബോണറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻസുലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഇത് അടയ്ക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് എഞ്ചിനൊക്കെ ഒന്ന് ഓണായി വന്നായിരുന്നു, ഇപ്പോൾ വീണ്ടും ഓഫായി. ഇനി നമുക്ക് സ്ട്രൈറ്റ് അവേ ഇതിൻ്റെ സ്പേസും കൂടെ നോക്കാം. ഇവിടെയും നമുക്ക് റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ ഒന്നും ആവുന്നില്ല, നല്ല ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചറിന് ഇലക്ട്രിക് പവർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും കൊടുക്കുന്നത് ശരിക്കും നല്ലതായിരുന്നു. ഇപ്പോഴും മാനുവലാണ്. ഞാൻ മാക്സിമം ബാക്കിലോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം കംഫർട്ടബിൾ ആയി ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു വലിയൊരു ആംറസ്റ്റ് ഉണ്ട്. ഇവിടെയും നമുക്ക് കൈയൊക്കെ വെച്ച് നൈസായിട്ട് ഇരിക്കാം. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു മിറർ തന്നിട്ടുണ്ട്, ഒരു ലൈറ്റും കൂടി ആയിട്ട് അടച്ചു വെക്കാം. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ലെതർ ടച്ചസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കാണാം. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്കിലുള്ള സ്പേസും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സ്പേസ് വെച്ചിട്ട് ഡോർ എടുത്ത് നോക്കിയാൽ ഇവിടെയൊക്കെ നമ്മുടെ പിയാനോ ബ്ലാക്ക് ടച്ചസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ പവർ വിൻഡോ കൺട്രോൾസ്, ഇവിടെ ലിറ്റിൽ കോയിൻ സ്പേസ്, ഇവിടെ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഇത്രയും വലിയൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് തന്നെ ശരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ട്വിറ്ററൊക്കെ കാണാം. ഇവിടെ ആയിട്ട് ലിറ്റിൽ ബിറ്റ് മാറ്റ് ടച്ചസ്, നമ്മുടെ എയർ വെൻസ് ഇത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഉള്ളത്.
ലെഗ് റൂം അത്യാവശ്യത്തിനുണ്ട്, നല്ല രീതിയിൽ അങ്ങോട്ട് സ്പേസ് ഉള്ള പോലെ തോന്നില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. തൈ സപ്പോർട്ട് മോഡറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, നല്ല രീതിയിൽ പ്ലഷ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഗ്രാൻഡ് വിറ്റാര ഹൈ റൈഡറിനെ കാട്ടൊക്കെ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ബാക്കിൽ അത്യാവശ്യം സൈസുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കാം. അത്യാവശ്യം നേരെ നല്ല അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഹെഡ് റൂം കുറച്ച് പ്രശ്നമാണ്, കുറച്ച് ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക്. ഇവിടെ ബാക്കിലായിട്ട് നമ്മുടെ എയർ വൻസ് കാണാം, ഇത് വേണമെങ്കിൽ അടയ്ക്കാൻ നമുക്ക് തുറക്കാം. ഇവിടെ താഴെ 2 ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് പോർട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് നമ്മുടെ ഫോൺ വെക്കാൻ, നടുവിലും കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഫ്ലാറ്റ് ബെഡ് ഒന്നുമല്ല, റേസ്ഡ് ആണ്. അപ്പോൾ കാല് നമ്മൾ 2 സൈഡിലായിട്ട് ഇരിക്കണം. ഇവിടെ ആയിട്ട് നമുക്ക് സീറ്റ് പോക്കറ്റ്സ് കാണാം, ഇവിടെയും സീറ്റ് പോക്കറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇവിടെ 3 ആൾക്കും വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ആംറസ്റ്റ് ആണ്, 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫ്ലംസി ഒന്നുമില്ല, നൈസായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ റീഡിംഗ് ലൈറ്റ് ഒക്കെ കാണാം, ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡ് ലൈറ്റും വന്നിട്ടുണ്ട്. ബാക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ ഉണ്ട്, നല്ല കംപ്രസ്ഡ് ആയിട്ടൊന്നും തോന്നുന്നില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടും നമ്മുടെ ബോട്ടിൽ ഹോൾഡർ കാണാം, ചെറിയ സ്പേസ് ഹിയർ. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ. 60/40 ആണ് നമ്മുടെ സ്പ്ലിറ്റ് വന്നേക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് താഴോട്ടേക്ക് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് വേണമെങ്കിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇത് ജസ്റ്റ് നമുക്ക് മുകളിലോട്ടേക്ക് ആക്കാം. നമുക്ക് ബെൽറ്റ് ഫ്രണ്ടിലോട്ടേക്ക് ആക്കിയിട്ട് യെസ് സെറ്റ് ആയിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ലെതർ ആൻഡ് ഫാബ്രിക് ടൈപ്പാണ് നമ്മുടെ സീറ്റിന്റെ ആ ഒരു നേച്ചർ വന്നേക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ്സ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും, പിന്നെ നമ്മുടെ റിക്ലൈനും ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സും ഒക്കെ നമുക്ക് ഇലക്ട്രിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മിറേഴ്സിനൊക്കെ ആസ് യൂഷ്വൽ നമ്മുടെ ഇലക്ട്രിക് കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഫോൾഡിംഗ് അൺഫോൾഡിംഗ് ഒക്കെ ഉണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് ഡോർസ് ഹിയർ. പിന്നെ നമുക്ക് വിൻഡോ ലോക്ക് ആക്കാം, അൺലോക്ക് ആക്കാം. ഡ്രൈവർ വിൻഡോ വൺ ടച്ച് ഓപ്പറബിൾ ആണ്. മുകളിലോട്ടും വൺ ടച്ച് ഓപ്പറബിൾ ഉണ്ടോ നോക്കട്ടെ. യെസ്, മുകളിലോട്ടും വൺ ടച്ച് ഓപ്പറബിൾ ആണ്. പാസഞ്ചർ വിൻഡോ ഒന്നും വൺ ടച്ച് ഓപ്പറബിൾ അല്ല. ഇവിടെ ആയിട്ടാണ് നമ്മുടെ HUD ഡിസ്പ്ലേയുടെ ടോഗിൾ ബട്ടൺ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ച ഡിസ്പ്ലേ തുറന്നു വരുന്ന കാണാം. ഡിസ്പ്ലേയുടെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും അതിന്റെ ടോഗിൾ സ്വിച്ചസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ച സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഇവിടെ ആയിട്ട് അമർത്തിയാൽ നമുക്ക് നമ്മുടെ 360 ക്യാമറ വ്യൂ ചെയ്യാം. അത്യാവശ്യം ഒരു മോഡറേറ്റ് ക്വാളിറ്റിയോട് ഉള്ള ഒരു 360 ക്യാമറയാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ബട്ടണാണ്. അതിന്റെ ഇൻഡിക്കേഷൻ നമുക്ക് നമ്മുടെ ക്ലസ്റ്ററിൽ വരുന്നത് കാണാം. ഇത് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ അലേർട്സും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കാനുള്ളത്. ഇത് നമ്മുടെ ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ബട്ടൺ. ഇത് പവർ ഡോർ ഓഫ്, അതായത് നമ്മൾ സ്പീഡ് കൂടുമ്പോൾ നമ്മുടെ ഡോർ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്ന ഫീച്ചർ വേണമെങ്കിൽ ഓഫ് ആക്കാം, അല്ലെങ്കിൽ ഓൺ ആക്കി ഇടാം. നമ്മുടെ ഫ്യൂൽ ഓപ്പണിങ്ങിന്റെ ലിവർ ഒക്കെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 10.25 ഇഞ്ചിന്റെ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ സ്പീഡോമീറ്റർ കാണാം, പിന്നെ അതിന്റെ ഒരു ഡിജിറ്റൽ ഇത് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇൻഡിക്കേഷൻസ്, പിന്നെ നമ്മുടെ ക്ലോക്ക്, പിന്നെ നമ്മുടെ റേഞ്ച്, പിന്നെ ഫ്യൂവൽ ലെവൽ, പിന്നെ നമ്മുടെ ഓഡോമീറ്റർ, പിന്നെ നമ്മൾ ഏത് മോഡലാണ് ഉള്ളത്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. സ്റ്റിയറിംഗ് എടുത്താൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റ്സ് രണ്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വണ്ടി ഓടിക്കാം. ജസ്റ്റ് ഇതൊന്ന് മുകളിലോട്ടേക്ക് ആക്കിയാൽ അത് അവിടെ ലോക്കായി നിന്നോളും. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വോളിയം കൺട്രോൾസും പിന്നെ നമ്മുടെ വോയിസ് കൺട്രോളൊക്കെ ഇവിടെയുണ്ട്. അതിന് നമ്മൾ ആമസോൺ അലക്സ ആയിട്ട് സൈൻ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ക്രൂസ് കൺട്രോളിന്റെ ടോഗിൾ സ്വിച്ചസ് ഒക്കെ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഹോൺ വന്നേക്കുന്നത്. ഓട്ടോ ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഓട്ടോയുടെ ഇൻഡിക്കേഷൻ കാണാം. ഒരു 10.1 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വന്നേക്കുന്നത്. ഇത് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ മാരുതി കാർസിലൊന്നും നമ്മൾ അങ്ങനെ ഇത് കണ്ടിട്ടില്ല. ആൻഡ് ഇതിന്റെ ടച്ച് റെസ്പോൺസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആണ്. ഇതാ ഞാൻ തൊടുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആവുന്നുണ്ട്. ഇത് വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് ആണ്. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു ഡോൾബി ഡെമോ എന്ന് കാണുന്നുണ്ട്. നോക്കട്ടെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് വന്നേക്കുന്നത്. ഇൻഫിനിറ്റി ബൈ ഹർമാൻ അവരാണ് നമ്മളെ ഈ ഒരു സ്പീക്കർ സിസ്റ്റം ട്യൂൺ ചെയ്തേക്കുന്നത്. എമർജൻസി ബട്ടണൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇവിടെയാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള HPC കൺട്രോൾസ് ഒക്കെ. ഇത് AC ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ളത്, റീസർക്കുലേഷൻ ഓൺ ഓഫ്, ഫ്രണ്ട് ഡിഫോഗർ, റിയർ ഡിഫോഗർ, പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ചെയ്യാൻ പറ്റും. ഇവിടെ ആയിട്ട് നമുക്ക് വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ലിറ്റിൽ ബിറ്റ് സ്പേസ് ഹിയർ. ഒരു 12 വോൾട്ട് പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് സി പോർട്സ് റൈറ്റ് ഹിയർ. ഫുള്ളി ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഒരു ECVT ആണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ പാർക്കിലാണുള്ളത്. റിവേഴ്സ് ഇട്ടാൽ റിവേഴ്സ് ക്യാമറ ക്വാളിറ്റിക്ക് അത്യാവശ്യം കൊള്ളാം. ടോപ്പ് നോച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ശരിക്കും നമ്മുടെ റിയർ ക്യാമറയിൽ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ചിട്ട് ന്യൂട്രൽ ആൻഡ് D ആൻഡ് B ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നോക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് പാർക്കിലിടാം. ഇവിടെ ആയിട്ട് നമുക്ക് EV മോഡ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി EVയിലായിരിക്കും നമ്മൾ വണ്ടി ഓടുന്നത്. നല്ല രീതിയിൽ ആക്സലറേഷൻ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു 40 ഒക്കെ മുകളിൽ പോയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എഞ്ചിൻ മോഡിലോട്ട് സ്വിച്ച് ആവും. ഇവിടെ ആയിട്ട് ഡ്രൈവ് മോഡിന്റെ ഒരു ബട്ടണും കാണാം. അത് നമ്മുടെ എക്കണോമി, നോർമൽ ആൻഡ് സ്പോർട്ട് ഡ്രൈവ് മോഡ് അങ്ങനെ മാറ്റുന്ന ആ ഒരു സ്വിച്ച് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവറിനും പാസഞ്ചറിനും രണ്ടാൾക്കും 3 ലെവൽസ് ഓഫ് വെന്റിലേഷൻ വന്നിട്ടുണ്ട്. ഗുഡ് ടച്ച് ഇൻ ദി സെഗ്മെന്റ്. ഇവിടെ ആയിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ആംബ്രസ്റ്റിന്റെ അടിയിലെ സ്റ്റോറേജ് സോർട്ട് ഓഫ് മീഡിയം, നല്ല രീതിയിൽ ഡീപ്പ് ഒന്നുമല്ല. ഫ്രണ്ടിലോട്ട് ഈ ഒരു ആംബ്രസ്റ്റ് എക്സ്റ്റൻഡബിൾ ഒന്നുമല്ല. ആൻഡ് ഗ്ലൗ ബോക്സും കൂൾഡ് അല്ല, ചെറിയൊരു മീഡിയം സ്പേസ് ഗ്ലൗ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. വൈപ്പേഴ്സ് റെയിൻ സെൻസിംഗ് അല്ല. ഈ ഒരു സെഗ്മെന്റിൽ ശരിക്കും അവർക്ക് റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ് ഒക്കെ കൊടുക്കായിരുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ബാക്കിലും വാഷർ ആൻഡ് വൈപ്പർ വന്നിട്ടുണ്ട്. ഡ്രൈവറിനും മിറർ വന്നിട്ടുണ്ട് വിത്ത് ലൈറ്റ്. ഇവിടെ ആയിട്ട് നമുക്ക് ലൈറ്റ് കാണാം. ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓണാക്കാം, ഓഫ് ആക്കാം. ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് ആർ ഓട്ടോ ഡിമ്മിങ്. ഇവിടെ ഓട്ടോയുടെ ബട്ടൺ ഒക്കെ കാണാം. സൺറൂഫ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കട്ടെ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു പാനോറാമിക് സൺറൂഫ് തന്നെയാണ് വന്നേക്കുന്നത്.
നോർമൽ കാർസിൽ ഒരു പകുതി വരെ തുറക്കത്തുള്ളൂ. ഇത് നല്ല രീതിയിൽ നല്ല ബാക്കിലോട്ടേക്ക് തന്നെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് തുറക്കുന്നുണ്ട്. ഒരു നല്ല രീതിയിലുള്ള ഒരു സൺറൂഫ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമ്മുടെ വിക്ടോറിയസിൻ്റെ. നമുക്ക് ജസ്റ്റ് ഒന്ന് അടയ്ക്കാം. ഇനി നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എക്സ്റ്റീരിയർ കൂടെ ചെക്ക് ചെയ്തിട്ട് വരാം. ആൻഡ് ഫ്രണ്ടിലോട്ടേക്കൊക്കെ എടുത്താൽ അത്യാവശ്യം ഒരു ക്യൂട്ട് ഡിസൈനാണ് നമ്മുടെ വിക്ടോറിയസിൻ്റെ വന്നേക്കുന്നത്. ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പ്രൊജക്ടർ സെറ്റപ്പ് LED ഒക്കെ കാണാം. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ഒന്നുമല്ല. ഇവിടെ ആയിട്ട് നമ്മുടെ ഫോഗ് ലാംപ്സ് ഒക്കെ കാണാം. ലിറ്റിൽ ബിറ്റ് എയർ ഇൻടേക്സ് ഹിയർ. നമ്മുടെ സെൻസർ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഗ്രില്ല് വന്ന് നല്ല രീതിയിൽ മിനിമലിസ്റ്റിക് ആണ്. ഒരു സ്ട്രൈറ്റ് അവേ ഒരു ക്രോം ടച്ച് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മുടെ സുസുക്കിയുടെ ലോഗോ നല്ല ബോൾഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാം. ഒരു 215/60 ആണ് നമ്മുടെ ടയർ സൈസ് വന്നേക്കുന്നത്. 17 ഇഞ്ച് ആണ് നമ്മുടെ വീൽ സൈസ്. അലോയ്സും വേണം സോർട്ട് ഓഫ് മിനിമലിസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഓവർഡൺ ഒന്നുമല്ല. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് ആൻഡ് ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ടച്ച്. ആൻഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ ഗ്ലാസസ് സോർട്ട് ഓഫ് ടിൻഡഡ് ആണ്. ഒരു ഗ്രീൻ ഷെയ്ഡ് ശരിക്കും നമ്മുടെ ഗ്ലാസസിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള സമ്മർ കണ്ടീഷൻസിലൊക്കെ അത്യാവശ്യം കൂളിംഗ് ഈ ഗ്ലാസസ് തരുന്നതായിരിക്കും മിക്കവാറും. നമ്മുടെ റൂഫ് റെയിൽസ് ഫംഗ്ഷനിലല്ല. നമ്മുടെ ഷാർപ്പിൻ ആൻഡിനൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. വിക്ടോറിയസിന്റെ ബാക്ക് സൈഡ് അത്യാവശ്യം ഞാൻ മൈൽ ഹൈബ്രിഡിൽ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടമാണ്. ഈ ഒരു ടെയിൽ ലൈറ്റ് സെഗ്മെന്റ് നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ളി ഹൈബ്രിഡിന്റെ ലോഗോ ഒക്കെ കാണാം. ഇവിടെ നമ്മുടെ വിക്ടോറിയസ് ലോഗോ റൈറ്റ് ഹിയർ. നമ്മുടെ സ്പെയർ ടയർ ഒന്നും ഈ ഒരു ഭാഗത്ത് അടിയിലായിട്ട് നമ്മുടെ സ്പെയർ ടയറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സ്പെയർ ടയർ ഈ ഒരു വണ്ടിയിൽ മിസ്സിംഗ് ആണ്. നമ്മുടെ റിഫ്ലക്ടേഴ്സ്, നമ്മുടെ റിയർ പാർക്കിംഗ് ലൈറ്റ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഒരു 210 mm ആണ് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്നത്. സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിഗേഴ്സ് ആണ്. നെക്സോണിന്റെ ഒക്കെ അത്ര ഉണ്ട് ശരിക്കും ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇനി എന്തായാലും സ്ട്രൈറ്റ് അവേ നമുക്ക് നമ്മുടെ വണ്ടി ഓടിച്ചു നോക്കാം. ആൻഡ് സ്ട്രൈറ്റ് അവേ വി ആർ ഡ്രൈവിംഗ് ദ ഓൾ ന്യൂ വിക്ടോറിയസ് സ്ട്രോങ് ഹൈബ്രിഡ്. നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിലൊന്നും നമ്മൾ ബ്രേക്കിന് കാലെടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് വണ്ടി നൈസായിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പാർക്ക് അസിസ്റ്റ് ഓൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ അലേർട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ മൈൽ ഹൈബ്രിഡ് ഓടിച്ചിട്ട് ഇതിൽ നിന്ന് വരുമ്പോൾ ഇത് ശരിക്കും നല്ല രീതിയിൽ സൈലൻ്റ് ആണ്. നമ്മൾ അറിയുന്നതേ ഇല്ല വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നത്. ഈ ഒരു സ്പീഡ്സിലൊക്കെ നമ്മുടെ ഇലക്ട്രിക് മോട്ടറാണ് ശരിക്കും ഈ ഒരു വണ്ടീനെ പുഷ് ചെയ്യുന്നത് ഫ്രണ്ടിലോട്ട്. ആൻഡ് ഇപ്പോൾ നമ്മുടെ എൻജിൻ ഓൺ ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു പുള്ള് തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആക്സിലറേറ്റർ കൊടുത്തതേ ഉള്ളൂ. കാല് ചെറുതായി കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ EV മോഡിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ എഞ്ചിൻ മോഡിലോട്ട് സ്വിച്ച് ആയിട്ടുണ്ട്. ഡ്രൈവറിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ സ്വേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഈസി ഗോയിങ് ആണ്. ഈ സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് ഹോൾഡ് ചെയ്യാൻ. പിന്നെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ കൂടെയാണ്. അത്യാവശ്യം വ്യൂവും അത്യാവശ്യത്തിനുണ്ട്. നല്ല രീതിയിലൊരു വ്യൂ നമുക്ക് ഡ്രൈവർ സീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ നിന്ന്. നമുക്ക് സ്ട്രൈറ്റ് അവേ ക്രൂസ് കൺട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ 60 ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആക്സിലേറ്ററിന് കാലെടുക്കുമ്പോൾ നൈസായിട്ട് ക്രൂസ് കൺട്രോളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡിന് അഡാസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ മൈൽ ഹൈബ്രിഡിലായിരുന്നു നമ്മൾ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 28.65 kmpl ആണ് ശരിക്കും നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡിന്റെ അറൈവ് മൈലേജ് വന്നേക്കുന്നത്. ഒരു 20 to 25 ഇടയിലൊക്കെ നമുക്ക് ഇതിന്റെ ഒരു റിയൽ വേൾഡ് മൈലേജ് പ്രതീക്ഷിക്കാം. ഒരു 45 liters ഓഫ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആണ്. അപ്പോൾ ഒരു ഫുൾ ടാങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 1000 കിലോമീറ്ററോളം നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കവർ ചെയ്യാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹൈബ്രിഡ് വണ്ടിയുടെ മെയിൻ USP എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് നമ്മൾ പെട്രോൾ അടിക്കുക, ജസ്റ്റ് forget it and just നമുക്ക് നൈസായിട്ട് നമുക്ക് കുറേ ദൂരം കവർ ചെയ്യാം. ഇതേപോലത്തെ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിലൊന്നും നമുക്ക് നല്ല രീതിയിലുള്ള എഫോർട്ടൊന്നും വരുന്നില്ല. ജസ്റ്റ് കാലൊന്നും എടുത്താൽ മതി. നൈസായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ സോർട്ട് ഓഫ് ബാലൻസ്ഡ് ആണ്. നൈദർ സ്റ്റിഫ് നോർ സോഫ്റ്റ് എന്നുള്ള രീതിയിലാണ് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്യാവശ്യം ക്യാബിനിൽ നല്ല രീതിയിൽ അടിയൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ എക്കോ മോഡിലാണുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോർമൽ മോഡാക്കി. ജസ്റ്റ് നമ്മുടെ ത്രോട്ടിൽ റെസ്പോൺസ് ജസ്റ്റ് ഒന്ന് കൂടിയേ ഉള്ളൂ. ഇനി നമുക്ക് ഡ്രൈവ് മോഡ് സ്പോർട്ടിലും കൂടെ ആക്കിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാല് ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു പുഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് U-ടേൺ എടുത്ത് നോക്കാം. ഒരു 5.4 meters ഓഫ് ടേണിംഗ് റേഡിയസ് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം ഒരു ലോ ടേണിംഗ് റേഡിയസ് ആണ് കൺസിഡറിങ് ഇറ്റ് സൈസ്. സ്റ്റിയറിംഗ് റിട്ടേൺ അത്ര ക്രിസ്പല്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്വേ ചെയ്ത് പോയായിരുന്നു. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യുടെ കൺട്രോളിലേക്ക് വന്നാൽ കുഴപ്പമില്ല. ബോഡി റോളും അത്യാവശ്യം ജസ്റ്റ് ഒന്ന് വണ്ടി ചെറുതായി നല്ല രീതിയിൽ ക്രിസ്പ് അല്ലെങ്കിലും സോർട്ട് ഓഫ് ടു ദ സോഫ്റ്റർ സൈഡാണ്. അപ്പോൾ നല്ല കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സ്വേ ചെയ്ത് പോയിട്ടുണ്ട് നമ്മുടെ വണ്ടി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള
നല്ല കയറ്റത്തിലാണ് നമ്മുടെ വണ്ടി ഉള്ളത്. വലിയ രീതിയിൽ ബാക്കിലോട്ടൊന്നും പോകാണ്ട് നൈസായിട്ട് ഫ്രണ്ടിലോട്ട് കോൺഫിഡൻസോടെ പോകാൻ പറ്റുന്നുണ്ട്. ബ്രേക്കിൽ നിന്ന് കാലെടുത്തേക്കുക. ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. സേഫ്റ്റി സൈഡ് എടുത്ത 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായി വന്നിട്ടുണ്ട്. നമ്മുടെ ABS, ESC, ഹിൽ ഹോൾഡ് അസിസ്റ്റ് നേരത്തെ കാണിച്ച പോലത്തുള്ള എല്ലാ ഇലക്ട്രോണിക്സ് വൈസുള്ള പരിപാടികളുണ്ട്. പോരാത്തതിന് നമ്മുടെ 5 സ്റ്റാർ ഗ്ലോബൽ എൻക്യാപ് റേറ്റിംഗ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ട്. സോ സേഫ്റ്റി സൈഡും മാരുതി ഈ ഒരു വണ്ടി നല്ല രീതിയിൽ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഒരു 3 years 1 lakh kilometer ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വാറണ്ടി വന്നിരിക്കുന്നത്. ബാറ്ററിക്ക് ഒരു 6 years വാറണ്ടി മാരുതി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ട്രേറ്റ് അവേ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്പോർട്ട് മോഡാണുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഒരു വണ്ടിയുടെ ഓഫ് ദ ലൈൻ പെർഫോമൻസ്. ആൻഡ് ഓഫ് വി ഗോ. സോ 0 to 100 വരുന്നത് അറൗണ്ട് ഒരു 14 സെക്കൻഡ്സിലാണ്. നമ്മുടെ മൈൽ ഹൈബ്രിഡിനെക്കാട്ടും ഒരു 1 to 2 സെക്കൻഡ്സ് ക്വിക്കറാണ് ശരിക്കും ഈ ഒരു വണ്ടി. നല്ല രീതിയിൽ അത് നമ്മൾ CVT ഓടിക്കുന്ന പോലെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഒരു RPM കൂടി നമ്മളെ വണ്ടി അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ നല്ല സ്മൂത്തായിട്ട്. CVTൻ്റെ അത്ര റബ്ബർ ബാൻഡ് എഫക്റ്റ് ഇതിൽ ആ ഒരു പ്രശ്നം അത്ര ഇല്ല. എന്നാലും നമ്മൾ കാല് കൊടുക്കുമ്പോൾ ആ ഒരു RPM കയറി നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ വലിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നത്. അറ്റ് ഹയർ RPMs ആസ് യൂഷ്വൽ 3 സിലിണ്ടർ ആയതുകൊണ്ട് ചെറുതായിട്ടുള്ള ഒരു വൈബ്സ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിലും നമ്മുടെ ക്യാബിൻ്റെ അകത്തുണ്ട്. നമ്മൾ ചെറിയ സ്പീഡ്സിലും അറ്റ് ലോവർ RPMസിലും നമ്മളത് കണ്ടായിരുന്നു. അത് 3 സിലിണ്ടർ ആയതുകൊണ്ടാണ് അത് ആ ഒരു പ്രശ്നം വന്നത്. എന്നാലും ക്യാബിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സൈലൻ്റ് ആണ്. സോ ഒരു 20 to 25 lakhs റേഞ്ചിൽ നമുക്ക് കുറേ ചോയ്സസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കാർ മാർക്കറ്റിൽ ഹൈബ്രിഡ് എടുക്കാം, പിന്നെ നമുക്ക് ടർബോ പെട്രോൾസ് ഉണ്ട്, പിന്നെ നമ്മുടെ EVs വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ മെയിനായിട്ട് ഹൈബ്രിഡിൻ്റെ USP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് വണ്ടി പെട്രോൾ അടിച്ച് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു റേഞ്ചും പിന്നെ ആ ഒരു മൈലേജ് പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും ഈ ഒരു ഹൈബ്രിഡ് ഒരു ചോയ്സ് ആയി എടുക്കാൻ പറ്റുന്നത്. നമ്മൾ നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും അതൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ അത്രയും ഫൺ ടു ഡ്രൈവ് എലമെൻറ്റോട് ഓടിക്കുന്ന ആൾക്കാണെങ്കിൽ ചിലപ്പം ഹൈബ്രിഡ് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലായാലും ഇത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ചോയ്സ് ഉള്ളവർ മാത്രമാണ് ഈ ഒരു വണ്ടി ശരിക്കും എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരേനെക്കാട്ടും ഒരു 30,000 ഒക്കെയാണ് ശരിക്കും നമ്മുടെ വിക്ടോറിയസിൻ്റെ പ്രൈസ് എക്സ്ട്രാ വരുന്നത്. അതിൽ തന്നെ നമ്മുടെ ഇപ്പോൾ മൈൽ ഹൈബ്രിഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലെവൽ 2 അഡാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്ട്രോങ് ഹൈബ്രിഡിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ 5 സ്റ്റാർ GNCAP റേറ്റിംഗ്, പിന്നെ അത്യാവശ്യം കുറച്ചും കൂടി ഒരു ബെറ്റർ ബൂട്ട് സ്പേസ്, കുറച്ചും കൂടി ഒരു ബെറ്റർ ക്യാബിൻ സ്പേസും ആണ് ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഫീച്ചേഴ്സും അത്യാവശ്യം കൊള്ളാം. ക്യാബിൻ്റെ ഡിസൈനും അത്യാവശ്യം എനിക്ക് ഗ്രാൻഡ് വിറ്റാരേനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു നമ്മുടെ വിക്ടോറിയസിലെ. ഗ്രാൻഡ് വിറ്റാര സോർട്ട് ഓഫ് എ കോമ്പാക്ട് ഡിസൈനാണ്. വിക്ടോറിയസ് കുറച്ചും കൂടെ നമുക്ക് ഒരു പ്രാക്ടിക്കാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് വെഹിക്കിളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ജസ്റ്റ് ഈ B എന്നുള്ള ആ ഒരു ഇതിലോട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. നോർമൽ ഡ്രൈവിനെക്കാട്ടും നമ്മൾ റീജനറേഷൻ ശരിക്കും കൂടുതലായിരിക്കും ഈ ഒരു മോഡൽ ഇടുകയാണെങ്കിൽ. അത്യാവശ്യം നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഈ ബിയിലിട്ട് ഓടിക്കുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും. ബ്രേക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാല് വെക്കേണ്ട കാര്യം വരത്തില്ല. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ എനിക്ക് ബ്രേക്കിംഗ് അനുഭവപ്പെടുന്നുണ്ട്. കാലെടുക്കുമ്പോൾ തന്നെ ആക്സിലേറ്റർ കൊടുത്ത് കാലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ബ്രേക്കിംഗ് നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ബിയിലിടുമ്പോൾ. ഇനി തിരിച്ച് ഡിയിലോട്ടിട്ടാൽ അത്യാവശ്യം നോർമലായി. സോ നമ്മുടെ വണ്ടി എടുത്തേക്കുന്നത് നമ്മുടെ പുതുതായി വന്ന ഏതൻ കാർസ് ചാക്കയെന്നാണ്. സോ അവരുടെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഇവിടെ ആയിട്ട് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലായിട്ടും കൊടുക്കാം. ഏത് മാരുതി സുസുക്കിയുടെ കാർസിൻ്റെ ടെസ്റ്റ് ഡ്രൈവിനോ ബുക്കിങ്ങിനായാലും യു ക്യാൻ കോൺടാക്ട് ദം. സോ വിക്ടോറിയസ് എടുത്തിട്ടുള്ള ഓണേഴ്സ് ഡു ഷെയർ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് യുവർ കാർ. നിങ്ങൾ മൈൽ ഹൈബ്രിഡ് ആണെങ്കിലും സ്ട്രോങ് ഹൈബ്രിഡ് ആണെങ്കിലും എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു ഡ്രൈവിൽ കാണാം.